ആയിരുന്നു അവൻ്റെ ഓപ്പറേഷൻ. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഈ കാഴ്ച പോയ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ മാതാവ് എനിക്ക് അവന് തിരിച്ചു കൊടുത്തു. കേൾക്കാത്ത അവൻ്റെ ചെവിയുടെ കേൾവി അവന് തിരിച്ചു കൊടുത്തു. അനങ്ങാത്ത അവൻ്റെ കൈ, ആ കൈ ഒന്ന് പൊക്കി കാണിച്ച്. ഈ കൈ അവൻ അനങ്ങത്തില്ലായിരുന്നു. ഈ കൈ മാതാവൻ തിരിച്ചു കൊടുത്തു. ഇതുപോലെ നിൽക്കില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ വെയിറ്റ് ഉണ്ട് ആൾക്ക്. ഞാനും എൻ്റെ അപ്പനും കൂടിയാണ്. അപ്പം ഇവനെ കാലിങ്ങനെ പിണഞ്ഞു പോയി രണ്ടായിട്ട്. നമുക്ക് ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പിടിക്കുക. ഞാനൊരു സൈഡിൽ പിടിക്കും, അപ്പനൊരു സൈഡിൽ പിടിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എൻ്റെ ദൈവം ഇത്രത്തോളം അവന് വിടുതൽ കൊടുത്തു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന്. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതായിരുന്നു എൻ്റെ അനിയൻ്റെ അവസ്ഥ. ഒരു ബോധമില്ല ആൾക്ക്, ഒരു ബോധമില്ലാണ്ട് ആൾ സംസാരിക്കുന്നയാ. എന്തെങ്കിലും അവനൊന്ന് മിണ്ടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട്. ഇതായിരുന്നു ഇവൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ മാതാവ് എനിക്ക് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത്. അതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇവൻ്റെ അനുഭവം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു. ഒരുപാട് പേര്, ഞാൻ ബസ്സിൽ പോയാലും ഞാൻ പറയും. ഞാൻ അന്ന് ആശുപത്രി ഇരുന്നവരോട് പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ കസിൻസ്, എവിടെ പറയാനും എനിക്ക് ഒരു നാണും എനിക്ക് തോന്നാറില്ല. കാരണം അറിയണം, ആൾക്കാരറിയണം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനുഷ്യരറിയണം. പിന്നെ അതുപോലെ എൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം. ഇവൻ്റെ അസുഖത്തിൻ്റെ സമയത്താണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. അപ്പം എനിക്കന്ന് മനസ്സിൽ കല്യാണം ഇല്ല. എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒന്നും ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും എനിക്ക്, കാരണം ആ സമയത്ത് പൈസയ്ക്ക് പേപ്പറിൻ്റെ വിലയായിപ്പോയി. നമ്മുടെ കയ്യിൽ ഇവനെ ചികിത്സിക്കാനുള്ള പൈസ ദൈവം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിൽ ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് അവരൊക്കെ പറയുന്നത്, അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല, പേപ്പറിൻ്റെ വാല്യൂ ആയിപ്പോൾ. ഞാൻ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, കല്യാണത്തിന് ഞാൻ പറഞ്ഞു, കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒക്കെ വിറ്റ് പുറക്കിയിട്ടാണെങ്കിലും ഇവനെ ചികിത്സിക്കാമെന്നുണ്ട്. ഞാൻ